അതിഥിയായി എത്തുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുന്നു. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെപ്പോലുള്ള ചെറ്റകൾ അതിനെ മലിനമാക്കി. ചന്ദനത്തരിഞ്ഞു നോക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ അറിയൂ, ആ ചന്ദനത്തിന്റെ സുഗന്ധം അറിയില്ല. അതുകൊണ്ട് ഇവിടെ കാണാവുന്നല്ല, ഇവിടെ കണ്ടിരിക്കുന്നു പറ. കൃഷ്ണനും രാധയും നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സന്തോഷ് പണ്ഡിറ്റ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ജീവിതം ഒരു സിൽസില എന്ന് പാടി അഭിനയിച്ച് മലയാളിയെ കരയിപ്പിച്ച ഹരിശങ്കറിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. എന്താണ് ചിത്രത്തെക്കുറിച്ച് ആദ്യമായി പറയാനുള്ളത്? ആദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ ക്യാമറ ഒഴിച്ച് എല്ലാ ജോലികളും ഞാനാണ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ കഥാതിരക്ക സംഭാഷണ സംവിധാനം, അതുപോലെ തന്നെ മറ്റുള്ള എഡിറ്റിംഗ് കാര്യങ്ങൾ, ഇപ്പോൾ ഈവൻ കോസ്റ്റ്യൂം, മറ്റുള്ള കാര്യങ്ങൾ, അല്ലെ അഭിനയം, അങ്ങനെയുള്ള എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതൊരു ഗിന്നസ് ബുക്കിലേക്കും ഇപ്പോൾ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് നമ്മുടെ പേര് പരിഗണിച്ചിരിക്കുകയാണ്. ഇതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എനിക്ക് സിനിമ ഫീൽഡായിട്ട് മറ്റുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഞാൻ ഇന്നേവരെ ഒരു ഫിലിം ഫീൽഡ് കാണാത്തൊരു വ്യക്തിയാണ്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നാണ് ഞാൻ ഈ രംഗത്തേക്ക് വരികയുണ്ടായത്. ഒരു ഫിലിം എഡിറ്റിംഗ് പഠിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ സിനിമാ രംഗവുമായിട്ടുള്ള എൻ്റെ ഒരു പരിചയം എന്ന് പറയുന്നത്. ആ ഒരു ധൈര്യത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യേണ്ടത്. പിന്നെ ചെയ്യുമ്പോൾ തമിഴ് സിനിമാ രംഗത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ്, ദാറ്റ് ഈസ് പുതിയ താരങ്ങളെ ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കൊണ്ട് ഒരു വ്യത്യസ്തമായ പ്രമേയങ്ങൾ പറയുമ്പോൾ അവിടെ നന്നായിട്ട് ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ധൈര്യത്തിലാണ് ഞാൻ മലയാളത്തിൽ ഈ ഒരു ശ്രമം നടത്തി നോക്കുന്നത്. ഒരു വളരെ കൃഷ്ണനും രാധയും ഒരേ സമയം 3 ലാംഗ്വേജിൽ ചെയ്തൊരു സിനിമയാണ്. മലയാളം, തമിഴ്, ഹിന്ദി 3 ഭാഷകളുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമാണ് ഈ സിനിമ പറയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് സിനിമ റിലീസ് ചെയ്താൽ മാത്രമേ ആളുകൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നാളെ വെള്ളിയാഴ്ച മുതൽ സിനിമ റിലീസാവുകയാണ്. സന്തോഷ്, ആക്ടർ, ഡയറക്ടർ, കമ്പോസർ, ലിറിക്സ്, പ്രൊഡ്യൂസർ, കോസ്റ്റ്യൂമർ, റെക്കോർഡ് പ്രൊഡ്യൂസർ, എഡിറ്റർ, റീ റെക്കോർഡിംഗ് മിക്സർ, പ്രൊഡക്ഷൻ കൺട്രോളർ, സ്പെഷ്യൽ എഫക്ട്സ് എല്ലാം സന്തോഷ് തന്നെയാണ്. ഇതാണോ ഈ പേരിന് അവസാനം പണ്ഡിറ്റ് എന്ന പേര് വരാൻ കാരണമായത്? ഒരിക്കലുമല്ല. പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ സാൻസ്ക്രിറ്റിന്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അഹങ്കാരമില്ലാത്തവൻ എന്നുള്ള അർത്ഥം എടുക്കാം. യഥാർത്ഥത്തിൽ പണ്ഡിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുറച്ച് തലമുറയ്ക്ക് മുമ്പ് ഉത്തർപ്രദേശത്ത് വന്നാന്നാണ് കരുതപ്പെടുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് വളരെ ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിലൊരു ഹിന്ദി കൾച്ചറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണ്ഡിറ്റ് എന്നുള്ള ഇത് നമുക്ക് വരുന്നത്. സന്തോഷ്, സാധാരണയായി പെട്ടെന്നൊരാൾ പ്രശസ്തനാവുന്ന വഴിയിലൂടെ ഒന്നുമല്ല സന്തോഷ് പ്രശസ്തനായത്. മോഷണ പീഡന കേസുകളിലൊന്നും സന്തോഷ് പ്രതിയല്ല. സ്വന്തമായി നിർമ്മിച്ച ഒരു പാട്ട് യൂട്യൂബിൽ ഇട്ടുകൊണ്ടാണ് സന്തോഷ് പ്രശസ്തനാവുന്നതും. ഒരുപാട് തെറിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന്റെ പേരിൽ, ഇല്ലേ? പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്ത ഒരു സാധനം ലോകത്തെ മുഴുവൻ ആളുകൾ അത് മഹത്രം എന്ന് പറയണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾക്ക് തീർച്ചയായിട്ടും ആളുകൾക്ക് ക്രിട്ടിസൈസ് ചെയ്യണം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതേസമയം നമുക്ക് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ, ഒരിക്കലും ഒരാളെ ത്രട്ടനിങ് ചെയ്യാനുള്ള അധികാരമില്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. മാത്രമല്ല, ക്രിട്ടിസൈസ് എന്ന് പറയുമ്പോൾ അതൊരു ലോജിക്കിനെ നിരക്കുന്നു. അറ്റ്ലീസ്റ്റ് ലോജിക്കില്ലെങ്കിൽ തിരക്കില്ല, അവനവൻ്റെ സംസ്കാരത്തിന് നിരക്കുന്ന രീതിയിലെങ്കിലും ചെയ്യണം. അത് അച്ഛനമ്മയിൽ നിന്നാണ് സംസ്കാരം കിട്ടേണ്ടത്, അത് വേറെ വിഷയം. കേരളം എന്ന് പറയുന്ന ഒരു 100% സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെയുള്ള ഒരു സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ ഒരു കമൻസൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് എഴുതണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഗാനങ്ങളുടെ പ്രശ്നമൊന്നും അല്ല അതിൽ. ഞാനിപ്പോൾ ഈ എല്ലാ ജോലികളും ഞാൻ ചെയ്തതിലൂടെ വേൾഡ് റെക്കോർഡ് ഉണ്ടാവുന്നുള്ള നേരത്തെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മലയാളി നന്നാവുമല്ലോ എന്നുള്ളൊരു അസൂയാണ് അതിൻ്റെ പിന്നെ പ്രവർത്തിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതൊരു ഇത്ര വിമർശിക്കാവുന്നൊരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതാണ് കൃഷ്ണൻ രാധയിലെ ഗാനങ്ങൾ. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനം ഒരിക്കലും ഇത്തിരി വലിയ ഹിറ്റാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിക്കിന് 4 രൂപ വെച്ച് കിട്ടുന്നത്. ദാറ്റ് ഇസ് ഇപ്പം നാളെ പടം റിലീസാകുമ്പോൾ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ചിരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടക്കുമുതൽ മുഴുവനായി നമുക്ക് ഇതിലൂടെ ലഭിച്ചു എന്നുള്ളതുകൊണ്ടാണ്.
ഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പടം സൂപ്പർ ഹിറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് വരുമാനത്തിലൂടെയും അതേപോലെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഹലോ ട്യൂണും നന്നായിട്ടാണ് പോകുന്നത്. ശരിക്കും പടം റിലീസ് ചെയ്തതിന് ശേഷം കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ലഭിക്കുകയാണ്. ഇവിടെ ഒരു എത്ര വലിയ ഇന്ത്യയിൽ തന്നെ എത്ര സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ പോലും ഒരാഴ്ചയെങ്കിലും പ്രദർശനം നേടിയാലേ നമുക്ക് അതിൻ്റെ ഇൻകം തിരിച്ചു കിട്ടുന്നുള്ളൂ. ഇതിപ്പോൾ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പടം പൈസ തിരിച്ചു കിട്ടുന്നു. അതാണല്ലോ ഫസ്റ്റ്. ഇനിയിപ്പോൾ തിയേറ്ററിൽ നിന്നും ആകെ ഒരു 10 രൂപ കളക്ട് ചെയ്യുന്നെങ്കിൽ പോലും എനിക്ക് ലാഭമാണ്. എനിവേ 10 രൂപ കളക്ട് ചെയ്യാനല്ല ഞാൻ നോക്കുന്നത്, 10 കോടിയോ അതിൽ കൂടുതലോ കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. സന്തോഷ്, നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്നറിയില്ല, ഭാമയും ഭാവനയും ഒക്കെ തന്നെ സമീപിച്ചിട്ടുണ്ട് ഇതിലെ നായികമാരായിട്ട്. ഇതിൽ 150ഓളം പുതുമുഖങ്ങളെയാണ് സന്തോഷ് മലയാളത്തിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അന്ന് സന്തോഷിന്റെ കഥ ഭാമയും ഭാവനയും ഒക്കെ തന്നെ കേട്ടപ്പോൾ അവർ കരഞ്ഞുപോയി. അവർക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ചിത്രത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളതൊക്കെ വാർത്തയുണ്ട്. ശരിയാണോ ഇതൊക്കെ? നമ്മളിപ്പോൾ ഒരു ഫിലിമിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പല ആളുകളെയും സമീപിക്കും. അപ്പോൾ അതിലൊന്നും ആയിരുന്നില്ല. എനിവേ ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഡേറ്റ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അവർ വരുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിലൂടെ ഒരു ഗാനത്തിലൂടെയാണ് പ്രശസ്തനാവുന്നതും. ഈ സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ തന്നെയാണ് സന്തോഷിനെ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് ആരാധകർക്ക് ഇത്ര സുപരിചിതമാക്കുന്നത്. ഒരുപക്ഷെ രാത്രി ശിവരാത്രി എന്ന ഒരു പാട്ടായിരിക്കാം ഏറെ വിമർശനം പിടിച്ചു പറ്റിയ ഒരു ഗാനം. നമുക്ക് ആ ഗാനം കണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ശുഭരാത്രി ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി.